നന്നായിട്ട് പഴുത്ത 2 പഴമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കളയാതെ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായതിലേക്ക് നമ്മുടെ പഴുത്ത പഴം കട്ട് ചെയ്തും കൂടി ചേർന്ന് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് പഴുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി വഴന്നു വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1/4 കപ്പ് തേങ്ങച്ചിരി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പഴമായിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ശരിക്കും മിക്സായി ഒന്നും കൂടി യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും അതേപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സായി ശരിക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ ഈ ഒരു പരുവത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് വലിയ ചൂടൊക്കെ നാറാനായിട്ട് മാറ്റി വെക്കാവേ. അതിനുശേഷം ചെറു ചൂടോടുകൂടി തന്നെ നമ്മുടെ ലഡുവിന്റെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട് നല്ല ചൂടായി നെയ്യിലേക്കിട്ട് 2 വശം ഒന്നിങ്ങോട്ട് പതുക്കെ മുരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് ഒന്നിങ്ങോട്ട് മുരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. ഇതേപോലെ നന്നായിട്ട് 2 വശം മുരിഞ്ഞു വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെച്ച് നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.